പറയുമ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധി പറയുന്നത് ഈ സഭയിൽ പ്രായമായവരെന്നോ പ്രായം കുറഞ്ഞവരെന്നോ ഒന്നുമില്ല, ഈ സഭയിൽ അങ്ങാണ് നാഥൻ, ആ ചെയറിനെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്, അങ്ങ് ആരുടെ മുന്നിലും കുനിയരുതെന്ന് പറഞ്ഞതോടുകൂടി ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു സ്പീക്കർ. അവിടെ മുതലാണ് ആ ശൈലി പ്രയോഗത്തിന്റെ ഇമ്പാക്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അറ്റാക്ക് എന്നുള്ളത് സ്പീക്കറിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് എണ്ണം പറഞ്ഞ സിക്സറുകളായിരുന്നു. അതിൽ നരേന്ദ്രമോദിയെ ഞാൻ എന്തുകൊണ്ടാണ് ഇതിനകത്ത് സൂക്ഷ്മത സംഭവിച്ചിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് പറയാനുള്ള കാര്യം ഉണ്ണി ബാലകൃഷ്ണൻ നോക്കൂ, ഇന്നത്തെ പ്രസംഗത്തിൽ ഒരു 7ഓളം വിഷയങ്ങൾ പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധി ഉപയോഗിച്ചിട്ടുണ്ട്, രാഹുൽ ഗാന്ധി അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നീറ്റ് വിഷയമുണ്ട്, അഗ്നിവീരന്റെ വിഷയമുണ്ട്, വിലക്കയറ്റത്തിന് വിഷയമുണ്ട്, അയോധ്യയിലെ സംഭവ വികാസങ്ങളുണ്ട്, കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്, നോട്ട് നിരോധനമുണ്ട്, GST ഉണ്ട്. ഈ വിഷയങ്ങളെല്ലാം അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അതിലൊന്നും പ്രധാനമന്ത്രി തൊടില്ലെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം രാഹുൽ ഗാന്ധിക്ക്. പക്ഷേ പ്രധാനമന്ത്രി ഏതിലാ തൊടുക? ഹിന്ദു എന്നൊരു വാക്ക് കേട്ടോ നരേന്ദ്രമോദി എഴുന്നേക്കും. അതിനുവേണ്ടി വളരെ സൂക്ഷ്മമായിട്ടാണ് രാഹുൽ ഗാന്ധിയെ തന്ത്രം പറഞ്ഞത്. എന്താണെന്നറിയാമോ? രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ചത് ശ്രീരാമന്റെയോ വിഷ്ണുവിന്റെയോ ചിത്രമല്ല, പകരം ഉയർത്തിപ്പിടിച്ചത് ശിവന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചു. ഞാൻ ആദ്യം അത് കണ്ടപ്പോൾ ഞാനും ഭയന്നു. മാത്രമല്ല ഈ ജയ് മഹാദേവ് എന്നൊരു മുദ്രാവാക്യം കൂടി പുറത്തു വരുന്നുണ്ട് ജയ് ശ്രീരാമന് മറുപടിയായിട്ട്. ഈ വലിയ